യാതൊരുവിധ അംഗീകാരവുമില്ലെന്ന് കളക്ടറുടെ മുമ്പിൽ സാക്ഷി നിർത്തി ഡിക്ലെയർ ചെയ്തതാണ്. ഇനി ഒരു കേസ് കോഴ്സിന്റെ കാര്യത്തിൽ മാത്രമാണ് തീരുമാനമെടുക്കേണ്ടത്. ആ തീരുമാനമെടുക്കാൻ ചുമതലപ്പെട്ട ഉദ്യോഗസ്ഥന്മാർക്ക് അവധിയാണ്, അവർക്ക് ലീവാണ് എന്നൊക്കെയാണ് കളക്ടർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒരു കാര്യം തീർച്ചയാണ്, ഈ സമരം കനത്ത സമരമായി മാറുന്നതിന് മുമ്പ് ഞങ്ങൾ മുന്നറിയിപ്പ് തരാനാണ് ഈ സർവകക്ഷി സമരസമിതിയുടെ നേതൃത്വത്തിൽ ഒരു മാർച്ച് ഇവിടേക്ക് നടത്തിയത്. വിവിധ സംഘടന പ്രത്യേക നേതാക്കന്മാരൊക്കെ ഈ സമരത്തിന് നേതൃത്വം വഹിക്കാൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. മുസ്ലിം ലീഗിന്റെ നേതാവ് ഒളമൽ ഹുസൈൻ സാഹിബ്, അതേപോലെ തന്നെ കോൺഗ്രസിന്റെ ബാബു തെലോളി, കോൺഗ്രസിന്റെ ADCC സെക്രട്ടറി പ്രിയപ്പെട്ട വിനോദ് പടനിലം ഉൾപ്പെടെയുള്ള ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ നേതാക്കന്മാർ, BJPയുടെ ഉൾപ്പെടെയുള്ള എല്ലാ രാഷ്ട്രീയ കക്ഷികളുടെയും ഓരോരുത്തരുടെ പേരെടുത്ത് സർവകക്ഷി നേതൃത്വത്തിൽ പ്രത്യേകം പറയുന്നില്ല, എല്ലാ കക്ഷികളും ചേർന്നുകൊണ്ടുള്ള ഒരു സമരമാണ് ഈ സമരത്തിന് ഈ ഗേറ്റിലേക്ക് വന്നിരിക്കുന്നത്. ഇതൊരു സൂചനാ സമരം മാത്രമാണ്. അടിയന്തര പ്രാധാന്യത്തോടെ ഈ സമരം തീർക്കേണ്ടത് മർക്കസ് അധികാരികളുടെ ഉത്തരവാദിത്തമാണ്. മറ്റാരോ എവിടെയൊക്കെയോ കോഴ്സ് നടത്തുന്നുണ്ട്, അവർക്കൊക്കെ കോഴ്സ് ഉണ്ടായിരുന്നു, അവർക്കൊക്കെ അംഗീകാരമില്ലായിരുന്നു എന്ന് മുടന്തൻ ന്യായമാണ് ബന്ധപ്പെട്ട അധികാരികൾ പറയുന്നത്. ഇതിന് നേതൃത്വം വഹിക്കുന്നവരും ഫേസ്ബുക്കിലും അതുപോലെ വാട്സപ്പിലും ഒക്കെ വ്യാപകമായി കള്ള പ്രചരണങ്ങൾ നടത്തുന്നുണ്ട്. ഒരു കാര്യം തീർച്ചയാണ്, ഈ സമരത്തിന്റെ ന്യായാവകാശം നമുക്ക് രക്ഷിതാക്കൾ ഉൾപ്പെടെ ഈ സമരബന്ധത്തിലേക്ക് വരാവുന്ന സത്യാഗ്രഹവും ഇവിടെ നിന്ന് നിരാഹാര സമരവും തുടർന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നു. നാളെ മുതൽ ഈ സമരത്തിന്റെ രൂപം മാറാൻ പോവുകയാണ്. ഈ സമരത്തിന് നേതൃത്വം വഹിച്ച് ഇന്ന് ഈ സൂചനാ സമരത്തിന് നേതൃത്വം വഹിച്ച മുഴുവൻ രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് സ്വാഗതം ചെയ്തുകൊണ്ട് ഈ യുവ നടപടികൾ നിയന്ത്രിക്കാൻ വേണ്ടി ബാബു നെല്ലോളിയെ കോൺഗ്രസിന്റെ ബാബു നെല്ലോളിയെ ഈ നടപടികൾ നിയന്ത്രിക്കാൻ വേണ്ടി ക്ഷണിച്ചുകൊണ്ട് നിർത്തുന്നു. ബഹുമാന്യരായ കുന്നമംഗലത്തെ വിവിധ സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ നേതാക്കളെ, പ്രിയപ്പെട്ട വിദ്യാർത്ഥിനി സുഹൃത്തുക്കളെ, രക്ഷിതാക്കളെ, വളരെ തികച്ചും ന്യായമായ ഒരു ആവശ്യം ഉന്നയിച്ചുകൊണ്ട് കഴിഞ്ഞ 16 ദിവസമായി ഈ സ്ഥാപനത്തിന് മുന്നിൽ